ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച ബ്ലഡ് കമ്പോണന്റ് പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് സെന്ററിന്റെ ഉദ്ഘാടനം 23-ന് നടത്തും. സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ബ്ലഡ് കമ്പോണന്റ് പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് സെന്ററിന്റെയും നവീകരിച്ച ഔട്ട് പേഷ്യന്റ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം 23-ന് നടത്തുമെന്ന് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആൻഡ്രു ആലപ്പാടൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബ്ലഡ് സെന്റർ വഴി രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ആവശ്യമുള്ള രോഗികൾക്കും മറ്റ് ആശുപത്രികൾക്കും രക്തം വേർതിരിച്ച് ഘടകങ്ങളായി നൽകാനും സാധിക്കും. 1 കോടി രൂപ ചെലവിലാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-ന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ബിഷപ്പ് പോളി കണ്ണുകാടൻ അധ്യക്ഷനാകും. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയാകും. വാർത്താസമ്മേളനത്തിൽ ഫാദർ നവീൻ ഊക്കൻ, TJ പൗലോസ്, സിസ്റ്റർ ലിനി തൊടുപറമ്പിൽ എന്നിവരും സംബന്ധിച്ചു. ഒരു സംവിധാനത്തിന് തുടക്കം കുറിക്കുകയാണ്. ബ്ലഡ് സെൻറ്റർ എന്ന് നമ്മളതിന് പേര് കൊടുക്കുന്നു. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ കൂടുതലായിട്ട് ഞങ്ങളുടെ ലാബ് ഇൻചാർജ് ആയിട്ടുള്ള സിസ്റ്റർ ലിനി തന്നെ നിങ്ങളോട് ഒന്ന് വിശദീകരിച്ച് പറയും. എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവനുസരിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുന്ന കാര്യമാണ്, സാധാരണ നാളുകൾക്കൊക്കെ മുമ്പ്, വർഷങ്ങൾക്കൊക്കെ മുൻപ് സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി, ഒരു വ്യക്തിയിൽ നിന്നും രക്തം സ്വീകരിച്ച് അടുത്ത ആൾക്കാർ രക്തം കൊടുക്കുന്നു. അതിന് പറഞ്ഞ ഹോൾ ബ്ലഡ് സംവിധാനമായിരുന്നു. ചികിത്സാ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ ഇപ്പോൾ വന്ന കാര്യമാണ്, ഒരാളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന രക്തത്തെ ഘടകങ്ങളായിട്ട് തിരിച്ചിട്ട് അതിലേത് ഘടകമാണ് ഈ രോഗിക്ക് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഘടകം കൊടുക്കുന്ന സംവിധാനം. അതാണ് ഇപ്പോൾ നമ്മൾ ബ്ലഡ് കോമ്പോണൻസ് ആയിട്ട് തിരിച്ച് കൊടുക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ